ഹലോ, വെൽക്കം ടു ഹൂറിൻസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കക്കയം ഡാം പോയതാണ്. ഫാമിലി എല്ലാവരും ചേർന്ന് ഒരു 1 ഡേ ട്രിപ്പ്. വി ഹാഡ് ആൻ അമേസിങ് ആൻഡ് മെമ്മറബിൾ ട്രിപ്പ്. ഈ ട്രാവലറിലായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു പ്ലേസ് ആയിരുന്നു ഈ കക്കയം ഡാമിൻ്റെ പരിസര ഭാഗങ്ങളെല്ലാം. വെറുതെ നോക്കിക്കൊണ്ടിരിക്കുക എത്ര നേരം വേണമെങ്കിലും. അത്രയും ഭംഗിയും നല്ല സൈലൻസും പിന്നെ ചൂടൊന്നുമില്ല, അത്യാവശ്യം തണുപ്പൊക്കെ ആയിട്ട് ഉള്ള നല്ലൊരു സ്ഥലം. ഈ കാണുന്നത് തോണിച്ചാൽ ഭാഗമാണ്. ആദ്യം ഞങ്ങൾ പോയത് ഈ തോണിച്ചാൽ ഭാഗത്തേക്കാണ്. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങൾ കഴിച്ചു. വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, പിന്നെ വെള്ളത്തിൽ കുറേ കളിച്ചു. നല്ല രസമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് ഞങ്ങൾ കക്കയം ഡാമിലേക്ക് പോയത്. നല്ല ഭംഗിയുള്ള പാറക്കെട്ടുകളാണ്. എന്ത് രസമാണ് അത് കാണാൻ. നല്ല വെയിലുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ ഞങ്ങൾക്കതൊരു വിഷയമായി തോന്നിയില്ല. കാരണം വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നല്ല രസമാണ്. പിന്നെ നല്ല തണുത്ത വെള്ളമായിരുന്നു അവിടുത്തെ. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. വെള്ളത്തിൽ കുത്തൊഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സേഫായിട്ട് തന്നെ എല്ലാവർക്കും ഇരുന്ന് കളിക്കാം. മഴക്കാലത്താണല്ലോ കുറച്ചുകൂടെ ഡേഞ്ചറായി തോന്നുക. ഈ സമയത്തൊക്കെ വരികയാണെങ്കിൽ നല്ലതാണ്. നല്ല സേഫായിട്ട് എല്ലാവർക്കും വെള്ളത്തിൽ കളിച്ചിട്ടൊക്കെ പോകാം. ഈ ഏരിയയുടെ തന്നെ മറ്റൊരു ഭാഗമാണത്. അവിടേക്കാണ് ഞങ്ങൾ നടക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നട്ടുച്ച വെയിലാണെന്നാലും ഞങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ വേർക്കുന്നൊന്നുമില്ല, നല്ല കാറ്റുള്ളതുകൊണ്ട്. ആ ഉരുളൻകല്ലുകളാണ്, എന്ത് ഭംഗിയാണ് ആ ഉരുളൻകല്ല് കാണാനായിട്ട്. ഈ പ്രകൃതി എത്ര മനോഹരമായിട്ടാണ് ആ കല്ലുകളൊക്കെ അല്ലേ ഉണ്ടാക്കിയെടുത്തതെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി. ഈ വെള്ളത്തിൽ കിടന്ന് അത് നല്ല ഷേപ്പായിട്ട് നല്ല ഉരുണ്ട് വന്നിട്ടുണ്ട് കല്ലുകളൊക്കെ.
തോണിച്ചാലിൽ ഞങ്ങൾ കക്കയം ഡാം പോകുന്ന വഴിയാണ്. അവിടെ ഉരുൾപൊട്ടലുണ്ടായ ഒരു ഭാഗമാണ് ആ കാണുന്നത്. പാറക്കല്ലെല്ലാം ഉരുണ്ട് വീണ് വന്നത്. കക്കയം ഡാമിൻ്റെ എൻട്രൻസ് എത്തി. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഞങ്ങൾ വന്ന ട്രാവലർ അവിടെ നിർത്തിയിട്ട് ഞങ്ങളെല്ലാവരും അവിടെ ഇറങ്ങി മുന്നോട്ട് അങ്ങനെ നടന്നു പോവുകയാണ്. കുറച്ചധികം നടക്കാനുണ്ട്. ഇതാണ് ഡാമിൻ്റെ പരിസര ഭാഗങ്ങൾ. ഇപ്പോൾ വെള്ളം കുറവാണ്, പക്ഷെ രസമാണ് കാണാൻ. പ്രളയത്തിലെ മൊത്തം മുങ്ങി കിടക്കേനു ഡാം. അല്ലേ ഈ ഷട്ടർ മുകളിൽ വരെ തുറന്നില്ലേ? കക്കയം എന്നിട്ടല്ലേ തുറന്നേ? കക്കയം തുറന്നാലല്ലേ നമ്മളവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവുക. കക്കയം തുറന്നു പറഞ്ഞാല് കംപ്ലീറ്റ് മൂടി. മഴക്കാലത്ത് ശരിക്കും വരണം. ഇത് വാട്ടർഫോളാണ്. കക്കയം ഡാം ആ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് കുറച്ചുകൂടെ ദൂരം നടന്നു. അങ്ങനെ ഇവിടെ എത്തി. വലിയ ഭാഗം അവിടെ നിൽക്കാൻ നല്ല തണുപ്പുണ്ടായിരുന്നു, മിസ്റ്റ് ഉള്ളതുകൊണ്ട്. എന്ത് രസമാണ് അവിടുന്ന് വ്യൂ കാണാൻ. നല്ല ഭംഗിയാണ് അവിടെ കാണാൻ. കുറേ നേരം ഞങ്ങൾ അതൊന്ന് നോക്കിക്കൊണ്ടിരുന്നു. ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ്. നല്ല ഭംഗിയുള്ളൊരു കാനനപ്പാത, കല്ല് പാകിയ. നല്ല ഫ്രഷ് എയർ ആവോളം ശ്വസിച്ചു. നല്ല കിളികളെ ശബ്ദവും ചെറിയ തണുപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാൻ നല്ല രസം. തിരിച്ച് എൻട്രൻസിൻ്റെ ഭാഗത്തെത്തി. അവിടെ തൊട്ടടുത്തായിട്ട് പാർക്കുണ്ട്. കുട്ടികളെല്ലാവരും അവിടെ കളിച്ചു.
ഞങ്ങളെല്ലാവരും അവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. കുറച്ച് ദൂരം നടന്നതല്ലേ, അങ്ങനെ നന്നായി എൻജോയ് ചെയ്തു. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അന്നത്തെ 1 ഡേ ട്രിപ്പ് അവസാനിക്കുകയാണ്. ഇനി എല്ലാവരും വീട്ടിലേക്ക്. ഇതെൻ്റെ വീട്ടിലെ ടെറസിൽ ഞാൻ കക്കിരിക്ക വിത്തിട്ടുണ്ടായിരുന്നു. അതുണ്ടായതൊന്ന് കാണിക്കാൻ വെച്ചിട്ടാണ്. കുറച്ച് ചീരാമുളകും, ഇത് ചീരാമുളകാണ് കേട്ടോ, അതും വലുതായി വരുന്നുണ്ട്, മുട്ടിട്ടിട്ടുണ്ട്. കക്കിരിക്ക എനിക്കൊരു അത്ഭുതമായിരുന്നു ഉണ്ടായപ്പോൾ. ഞാൻ വെറുതെ വാങ്ങിയതാണ്, നഴ്സറിയിൽ കണ്ടപ്പോൾ. ഉണ്ടാവുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അപ്പം ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ വലിയ സന്തോഷം അത് കണ്ടപ്പോൾ. ഇത് വീടിൻ്റെ പുറകു വശത്ത് കുറച്ച് ചീരയാണ്. ഇതും വിത്തിട്ടിട്ടുണ്ടായതാണ്. മോളാണത് പറിക്കുന്നത്. അവർക്കും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾ ചെറുപ്പത്തിൽ നമ്മൾ ഇൻട്രസ്റ്റ് ആക്കി കൊണ്ടുവരുന്നത് നല്ലതാണ്. വലുതായാലും അവർക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. ഈ ചീരേൻ്റെ ഇടയിൽ തന്നെ ഞാൻ 2 ഗ്രോ ബാഗിൽ ടൊമാറ്റോ ചെടിയും വെച്ചിട്ടുണ്ട്. ഇപ്പം ഉണ്ടായി വരുന്നതുള്ളൂ, പൂവിട്ടിട്ടുണ്ടായി വരുന്നുള്ളൂ. കുറച്ചുകൂടെ വലുതായിട്ട് ഞാൻ കാണിക്കാം. ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയ ചീര. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയുമായി വേഗം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.